മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്തെ പാചകവാതക ക്ഷാമം നേരിടാൻ നടപടിയുമായി സർക്കാർ സിലിണ്ടറുകളുടെ വിതരണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ 50% ഹോട്ടലുകളെയാണ് പാചകവാതക ക്ഷാമം നിലവിൽ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത്. നാളെയോടുകൂടി പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ. പാചകവാതക ക്ഷാമം നേരിടാൻ വിതരണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകും. സംസ്ഥാനത്തിന് അനുവദിച്ച ഗാർഹികേതര ഗ്യാസ് സിലിണ്ടറുകളുടെ പരിധി ഉയർത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനും തീരുമാനമായിട്ടുണ്ട്. നിലവിൽ കേരളത്തിലെ പകുതിയോളം ഹോട്ടലുകൾ ഗുരുതര ഭീഷണിയിലെന്നാണ് കണക്കുകൾ. പല ഹോട്ടലുകളും സിലിണ്ടർ സ്റ്റോക്ക് കഴിഞ്ഞതോടെ അടച്ചു. നാളെയോടെ സ്ഥിതി കൂടുതൽ വഷളാകും. ഈ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ പാചകവാതക ക്ഷാമം വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാന്റീനിൽ ഭക്ഷണ മെനു വെട്ടിക്കുറച്ചു. കൊച്ചി നഗരത്തിലെ ഹോസ്റ്റലുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു തുടങ്ങി. കേരളത്തിലെ കാറ്ററിംഗ് മേഖല അടച്ചുപൂട്ടലിലേക്കെന്നും സർക്കാർ ഇടപെടണമെന്നും ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ. വിവിധ ജില്ലകളിലെ പൊതുശ്മശാനങ്ങളെയും ക്ഷാമം കാര്യമായി ബാധിച്ചു തുടങ്ങി. 2 ചൂളയുള്ളതിൽ 1 ചൂള ആയിരുന്നു പ്രവർത്തനക്ഷമമായിരുന്നില്ല. അത് ഇപ്പം പ്രവർത്തനക്ഷമമല്ല. ഇലക്ട്രിക് ശ്മശാനവും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. പിന്നെ ഗ്യാസിൽ കൊണ്ട് മാത്രം ഓടിപ്പോയ ഒരു സ്ഥാപനമാണ് ഇതും ഇപ്പോൾ നിലച്ച മട്ടാണ്. സിലിണ്ടർ ക്ഷാമം രൂക്ഷമായതോടെ ഇടതു യുവജന സംഘടനകൾ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാർ നിസ്സംഗത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.